അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യമാർഗത്തിൽ നിന്നും വഴിതെറ്റിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരുന്നു. മർദ്ദന പീഡനങ്ങൾ കൊണ്ടും ഭീഷണിപ്പെടുത്തിയതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോൽപ്പിക്കാൻ കഴിയുകയില്ലെന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിൽ മായം ചേർക്കാൻ അവർ പലതരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രലോഭനങ്ങളിലൂടെയും പ്രീണനങ്ങളിലൂടെയും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഇംഗിതത്തിന് വഴങ്ങി ദീനിൽ വെള്ളം ചേർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രിയപ്പെട്ടവനാകും. ശത്രുക്കളായ ഖുറൈശികളുടെ ഈ ഉള്ളിലിരുപ്പ് വെളിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കളെങ്ങാനും അവരെ തൃപ്തിപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ ദീനിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റത്തിരുത്തലുകളോ മായം ചേർക്കലുകളോ നടത്തിയാൽ ഈ ലോകത്തും പരലോകത്തും കടുത്ത ശിക്ഷയ്ക്ക് താങ്കൾ വിധേയനാവേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇത് പറയുന്നതെങ്കിലും ശത്രുക്കളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ശത്രുക്കളെ തൃപ്തിപ്പെടുത്തുന്ന വിധം അള്ളാഹുവിൻ്റെ ദീനിൽ മാറ്റങ്ങൾ വരുത്തുന്ന എല്ലാ കാലത്തുമുള്ള മുസ്ലിം സമുദായത്തെയാണ്, പ്രത്യേകിച്ച് ഓരോ കാലത്തെയും മുസ്ലിം സമുദായ നേതാക്കളെയാണ് ഇതിലൂടെ കടുത്ത ഭാഷയിൽ അള്ളാഹു താക്കീത് ചെയ്യുന്നത്. ഇന്ന് പഠിക്കുന്ന 73, 74, 75 ആയത്തുകളിലാണ് ഇക്കാര്യങ്ങൾ വിവരിക്കുന്നത്. വ ഇൻ കാദൂ ലയഫ്തിനൂനക്, അവർ താങ്കളെ പരീക്ഷണത്തിൽ അകപ്പെടുത്താറാവുക തന്നെ ചെയ്തിരിക്കുന്നു. നബിയെ, മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അതായത് താങ്കളുടെ നാട്ടുകാരും കുടുംബക്കാരുമൊക്കെയായ ഖുറൈശി പ്രമുഖർ താങ്കളെ പരീക്ഷണത്തിലകപ്പെടുത്തി കുഴപ്പത്തിലാക്കി വഴിതെറ്റിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. ലയഫ്തിനൂനക്, അവർ താങ്കളെ പരീക്ഷണത്തിലകപ്പെടുത്തുക തന്നെ ചെയ്യും. എന്തിനാണ് അവർ പരീക്ഷണത്തിലകപ്പെടുത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുഴപ്പത്തിലാക്കി തെറ്റിക്കാൻ വേണ്ടി. അനില്ലദീ ഔഹൈനാ ഇലൈക, നാം താങ്കൾക്ക് വഹിയിലൂടെ നൽകിയതിൽ നിന്ന്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയിലൂടെ നൽകിയ യഥാർത്ഥ ഇസ്ലാമിക സന്ദേശത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുഴപ്പത്തിലാക്കാൻ പല വഴികളിലൂടെയും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലിതഫ്തരിയ അലൈന ഗൈറഹു, അതല്ലാത്തത് താങ്കൾ നമുക്കെതിരെ കെട്ടിച്ചമക്കാൻ വേണ്ടി. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ലിതഫ്തരിയ, താങ്കൾ കെട്ടിച്ചമക്കാൻ വേണ്ടി, താങ്കൾ കളവ് കെട്ടിയുണ്ടാക്കാൻ വേണ്ടി. അലൈന, നമുക്കെതിരെ. ഗൈറഹു, അതല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഔഹൈന ഇലൈക, നാം താങ്കൾക്ക് വഹിയിലൂടെ നൽകിയത് എന്ന് പറഞ്ഞില്ലേ, ആ വഹിയിലൂടെ നൽകിയതല്ലാത്ത കാര്യങ്ങൾ താങ്കൾ നമുക്കെതിരെ കെട്ടിയുണ്ടാക്കി, കളവ് കെട്ടിച്ചമച്ച്, അങ്ങനെ യഥാർത്ഥ ദീനിൽ കളവ് കെട്ടിച്ചമച്ച് മായം ചേർക്കാൻ താങ്കളെ പലതരത്തിൽ അവർ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും താങ്കൾ യഥാർത്ഥ ദീനിൽ അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചില മാറ്റത്തിരുത്തലുകൾ വരുത്തി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവണം. അതാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ താങ്കൾ തയ്യാറാവുകയാണെങ്കിൽ ഇതല്ല തഹദൂക്ക, അപ്പോൾ താങ്കളെ അവർ സ്വീകരിക്കും. ഖലീലൻ, പ്രിയപ്പെട്ടവനായി, ഉറ്റ സുഹൃത്തായി. ഈ ഒരു കാര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ താങ്കൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അവർ താങ്കളെ അംഗീകരിക്കും. അവർ താങ്കളെ പ്രിയപ്പെട്ടവനായി, സുഹൃത്തായി സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ശത്രുക്കളുടെ പ്രീണനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങി ഇസ്ലാമിക മൂല്യങ്ങളിലും അടിസ്ഥാന ആദർശങ്ങളിലും മായം ചേർത്തും വിട്ടുവീഴ്ച ചെയ്തും ശത്രുക്കളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ കളങ്കപ്പെടുത്തുന്ന സമുദായ നേതാക്കളായി ചമഞ്ഞു നടക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടാവും. അവരെ അള്ളാഹു വെറുതെ വിടുകയില്ല, ശക്തമായ ശിക്ഷയ്ക്ക് വിധേയമാക്കും. എന്നാൽ ശത്രുവിൻ്റെ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ പതറാതെ ദീനിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാവുന്ന സത്യവിശ്വാസിയുണ്ടല്ലോ, അവന് തുണയായി അള്ളാഹു കൂടെ ഉണ്ടാവും. അതാണ് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, വലൗലാ അൻ സബ്ബത്നാക, നാം താങ്കളെ ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തർക്കനു ഇലൈഹിം, താങ്കൾ അവരിലേക്ക് ചാഞ്ഞു പോവുക തന്നെ ചെയ്യുമായിരുന്നു. ഷൈഅൻ ഖലീല, കുറഞ്ഞ അളവിൽ, അല്പമൊന്ന്. അള്ളാഹുവിൻ്റെ തുണയില്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രലോഭനങ്ങളിൽ അല്പമൊന്ന് വീണു പോകുമായിരുന്നു. അത്രക്കും ശക്തമായിരുന്നു അവരുടെ കുതന്ത്രങ്ങൾ. ലൗലാ അൻ സബ്ബത്നാക, അള്ളാഹു നബിയെ ദീനിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഈ ഒരു തസ്ബീത്ത്,
അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. അതില്ലെങ്കിൽ ഷെയ്ത്താൻ്റെയും ഷെയ്ത്താൻ്റെ അനുയായികളുടെയും കുതന്ത്രങ്ങളിൽ ആരും പെട്ടുപോകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, അള്ളാഹുവെ എൻ്റെ മനസ്സിനെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഓരോ സത്യവിശ്വാസിയും ശീലമാക്കേണ്ടതുണ്ട്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹു ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, താങ്കൾ അവരിലേക്ക് അല്പമൊന്ന് ചാഞ്ഞു പോകാറായിരുന്നു എന്ന് പറഞ്ഞ ശേഷം ഇതൻ അങ്ങനെയെങ്ങാനും സംഭവിച്ചിരുന്നുവെങ്കിൽ, താങ്കളെങ്ങാനും അവരുടെ താല്പര്യത്തിന് വഴങ്ങി ദീനിൽ മാറ്റം വരുത്താൻ തയ്യാറായിരുന്നുവെങ്കിൽ ലഅദഖ്നാക ളഅഫൽ ഹയാത്തി വളഅഫൽ മമാതി, ഈ ലോക ജീവിതത്തിലും മരണശേഷമുള്ള ജീവിതത്തിലും നാം താങ്കൾക്ക് ഇരട്ടി അനുഭവിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഇരട്ടി എന്ത് അനുഭവിപ്പിക്കും എന്ന് ഇവിടെ എടുത്തു പറയുന്നില്ല, പക്ഷേ ഇരട്ടി ശിക്ഷ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. ഹയാത്ത് ജീവിതം, മമാത്ത് മരണം എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ജീവിതം എന്നത് ഈ ലോക ജീവിതവും മരണം എന്നത് പരലോക ജീവിതവുമാണ് ഉദ്ദേശിക്കുന്നത്. സുമ്മലാ തജിദു ലക അലൈനാ നസീറ, അപ്പോൾ പിന്നെ നമുക്കെതിരിൽ താങ്കൾക്ക് സഹായിയായി യാതൊരാളെയും താങ്കൾ കാണുകയില്ല. നമ്മുടെ ആ കടുത്ത ശിക്ഷയിൽ നിന്ന് അവിടെ താങ്കളെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ഈ ലോകത്തും പരലോകത്തും ഇരട്ടി ശിക്ഷ തരും എന്ന് മഅസൂമായ തെറ്റുകൾ സംഭവിക്കാതെ അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു ഇത്ര കടുത്ത ഭാഷയിൽ താക്കീത് ചെയ്യുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാ മതങ്ങളും നന്മയല്ലേ പറയുന്നത്? പിന്നെ എന്തിന് ഇസ്ലാം മാത്രം ഏകദൈവ വിശ്വാസം, സത്യസന്ധത, ധാർമ്മികത തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇത്ര വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു? അതിലൊക്കെ ഒരു മയം വരുത്തിക്കൂടെ? ഒന്ന് കണ്ണു ചിമ്മിക്കൂടെ? അതുപോലെ മറ്റു മതങ്ങളിലുള്ളതുകൂടി സ്വീകരിച്ചുകൊണ്ടും ഇസ്ലാമിലുള്ളതിൽ കുറച്ച് മാറ്റം വരുത്തി, മയം വരുത്തി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായാൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ ചോദിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളുണ്ട് എന്നതാണ് വസ്തുത. എന്നാൽ അള്ളാഹു ഈ പറഞ്ഞതിൻ്റെ ഗൗരവം അവർ എന്തുകൊണ്ട് മനസ്സിലാക്കാതെ പോകുന്നു എന്ന് നാം അത്ഭുതപ്പെട്ടു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ്റെ ദീനിൽ യഥാർത്ഥ സത്യവിശ്വാസികളായി ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.